അന്യനാടുകളിൽ നമ്മൾ കേട്ടറിഞ്ഞിരുന്ന മഹാദുരന്തങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലും എത്തിയിരിക്കുന്നു. അതിജീവനത്തിനപ്പുറം ശാശ്വത പരിഹാരമെന്തെന്ന് കണ്ടെത്താൻ ഇനിയും നമുക്കാവുന്നില്ല. ദുരന്തങ്ങൾ ഒട്ടനവധി അനുഭവിച്ചു. ഇനിയും ഒന്ന് താങ്ങില്ല ഈ നാട്. പക്ഷേ എല്ലാം ഇതുകൊണ്ട് അവസാനിച്ചു. ഇനി നമുക്ക് സ്വസ്ഥമായി ഉറങ്ങാമോ? ഒരിക്കലും ഇല്ലെന്നാണ് ഉറപ്പിച്ചു പറയാവുന്ന ഉത്തരം. മഴയും പേമാരിയും തുടങ്ങിയാൽ നമ്മളിൽ ആരാണിന്ന് സമാധാനമായി കിടന്നുറങ്ങുന്നത്? പണ്ട് പെയ്തിരുന്ന മഴ പോലെയല്ല, കനത്തു പെയ്യുന്നത് പെട്ടെന്നാണ്. പലപ്പോഴും മേഘവിസ്ഫോടനങ്ങൾ പതിവ്. മഴ പെയ്താൽ നമ്മുടെ ഡാമുകൾ നിറയാൻ അധിക നാളൊന്നും വേണ്ടിവരില്ല. അങ്ങനെയൊരു ഡാമാണ് നമ്മുടെ എല്ലാം ഭീതിയുടെ അണ പൊട്ടിക്കുന്നത്. അനുഭവിച്ചു കഴിഞ്ഞ ദുരന്തങ്ങളെക്കാൾ ആഘാതമേറിയൊരു ദുരന്തമായിരിക്കും അങ്ങനെയൊന്ന് സംഭവിച്ചാൽ ഉണ്ടാവുക. ആർക്കും ഇന്നും മറുപടിയില്ല ആ ചോദ്യത്തിന്. മുല്ലപ്പെരിയാർ പൊട്ടുമോ? നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമാണ് മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ളത്. പക്ഷേ പരിഹാരമൊന്നും ഉണ്ടായിട്ടില്ലെന്നു മാത്രം. ഓരോ മഴക്കാലം വരുമ്പോഴും പതിവ് പോലെ ഇടുക്കിക്കാർ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കും. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കനത്ത് നീരൊഴുക്ക് വർദ്ധിക്കുന്നു എന്ന വാർത്ത വരുമ്പോൾ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നതുപോലെ മലയാളിയുടെ ഉള്ളിലെ ഭീതിയും നിരപ്പും ഉയരും. പഠനങ്ങളും ചർച്ചകളും ഒരുപാട് കഴിഞ്ഞു. എന്നിട്ട് മലയാളിയുടെ പേടി മാറിയോ എന്ന ചോദ്യം അസ്ഥാനത്താണ്. ആ പേടി അതേപടി തുടരുന്നുണ്ട്. കേരളത്തിന്റെ പാതി ഭൂപ്രദേശത്തെയും വെള്ളത്തിലാക്കാൻ ഇവിടെയുള്ള മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും എല്ലാം മുക്കിക്കൊല്ലാൻ പോന്ന ആ ജലബോംബ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഇനിയും ആ പേടിക്കൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ലോകം നൽകേണ്ടി വരുന്ന വില വലിയതായിരിക്കും.